കണ്ണൂരിലെ ദേശീയപാത തകർന്ന പ്രദേശത്ത് കുപ്പത്ത് ഇപ്പോൾ ചില പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധം അവിടെ തുടരുകയായിരുന്നു. 2 മണിക്ക് ഉദ്യോഗസ്ഥരെത്തും. ഉത്തരവാദിത്തപ്പെട്ട ആളുകളെത്തി കാര്യങ്ങളെക്കുറിച്ച് എന്താണ് സംഭവിക്കുന്നത്, എന്തിനി ചെയ്യും, ആളുകളുടെ ആശങ്ക എങ്ങനെ പരിഹരിക്കും എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകുമെന്നൊക്കെ പറഞ്ഞിട്ടും 4 മണി കഴിഞ്ഞു. ഇപ്പോൾ 5 മണിയിലേക്കൊന്നും ആരും എത്തിയില്ല എന്നതാണ് പ്രതിഷേധത്തിന് വഴിവെച്ചത്. വലിയ തോതിൽ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായിട്ടുമുണ്ട്. അതിനിടെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുമായി അവിടുത്തെ നാട്ടുകാർ സംസാരിക്കുകയാണ്. ഫെലിക്സ് അവിടെ നിന്ന് നമുക്കിപ്പം ചേർന്നുണ്ട്. ഫെലിക്സ്, നേരത്തെ നമ്മൾ കണ്ടതാണ് വാഹനങ്ങളൊക്കെ പ്രതിഷേധിക്കുന്നവർ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു. ഇപ്പോൾ പോലീസുകാർ അവിടേക്ക് വരുന്നുണ്ട്. ജനങ്ങൾ അവരോട് എന്താണ് പറയുന്നത്, അവരുടെ ആവശ്യം എന്താണ്? അവർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതായത് 2 പ്രധാനപ്പെട്ട എന്ന് പറയാനല്ലേ ഇതന്നെ പ്രശ്നം. നമ്മൾ രാവിലെ പറയുന്നില്ലേ, ഇത് പറയാനില്ലേ, നമുക്ക് നാട്ടിൽ താമസിക്കാനില്ല, എല്ലാവരും റോട്ടുമലയില്ലേ, അവിടെയില്ല വീട്ടുകാരെല്ലാം റോട്ടുമലയില്ലേ, അത് നോക്കി നിങ്ങള്. ബാക്കി സംസാരിച്ചിരുന്ന കാര്യം ഇല്ല. ഇപ്പം അവർ വരുന്നുണ്ട് എന്ന് പറയുന്നുള്ളൂ, ഇതുവരെ എത്തിയിട്ടില്ല. നമുക്ക് ഏറ്റവും പേടിയെന്ന് വെച്ചാൽ ഈ മണ്ണൊക്കെ ഇടിഞ്ഞ് നേരെ വരുന്നത് ഈ താഴത്തേക്ക് തന്നെയാണ്. ഈ വീട്ടാണ് ആദ്യമൊക്കെ നമുക്ക് 3 വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ആ പ്രദേശത്തിലെ 10-60ഓളം വീട്ടുകാർ ഇപ്പൊ അതിനെ കൊണ്ട് അനുഭവിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഏത് നിമിഷവും നിങ്ങളൊക്കെ രാവിലെ മുതൽ ഇവിടെ വെക്കുന്നുണ്ട്, ഇത് ഏത് നിമിഷവും ഇടിഞ്ഞ് പൊണ്ണു പോകും. ഈ റോഡ് അടക്കം താൽക്കാലിക റോഡാണ്, ഇത് മണ്ണിന്റെ മേലെയുള്ള റോഡാണ്. ഈ റോഡ് തെച്ചും തെറ്റും മണ്ണ് തെച്ചും പറ്റി ഈ താഴെയുള്ള വീട്ടുകാർക്കാണ്. അതുപോലെ ഇന്നലെ മുതലേ ഞങ്ങൾ ഇത് പറയുന്നുണ്ട്. RDO ഒക്കെ വന്നിട്ട് ഇവിടെ ഇത് കണ്ടതാണ്. പക്ഷെ ഇതുവരെ അവർക്ക് ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾക്കൊരു ഉറപ്പ് വരാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ കടന്നുറങ്ങും? ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രിയൊക്കെ ഇതൊക്കെ പേടിച്ച് ഇതൊക്കെ വീട്ടുകാരുണ്ട്. പ്രായമുള്ള രോഗികളുള്ള ഒരുപാട് വീട്ടുകാരുണ്ട്. ആദ്യം 3 വീട്ടുകാർക്കാണ് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഈ പ്രദേശത്തുള്ള എല്ലാ വീട്ടുകാർക്കും ഈ പ്രയാസങ്ങൾ നേരിടുകയാണ്. അതാണ് ഇവർ പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്ന മണ്ണ് അത് ഈ മഴയത്ത് നേരെ വന്നാൽ ഇവർ വീടുകളിലേക്കാണ്. അപ്പോൾ രാത്രി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. കാരണം ഈ ഒരു അനുഭവം ഉള്ളതും കൊണ്ട് രാത്രിയിൽ അഥവാ മഴ പെയ്താൽ വെള്ളം ഇവിടേക്ക് വീഴുമോ എന്നൊരു പേടി ഭയമൊക്കെ അവർക്കുണ്ട്. അതുകൊണ്ട് അവർക്ക് കിടന്നുറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. അത് പരിഹരിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അരമണിക്കൂറിലേറെയായി ദേശീയപാത പൂർണ്ണമായും ഉപരോധിച്ചിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ധാരാളം വാഹനങ്ങൾ ഇങ്ങനെ നിരന്തരമായി കിടക്കുന്നു. പ്രത്യേകിച്ചും പരിയാരം മെഡിക്കൽ കോളേജ് ഇവിടെ അടുത്താണ്, റെയിൽവേ സ്റ്റേഷനിലേക്കും ഒക്കെ പോകേണ്ട ആളുകളുണ്ട്. അവർക്കൊന്നും പോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നതാണ്. ഏതായാലും ഈ സമരത്തിൽ നിന്നും, അതായത് റോഡ് ഉപരോധത്തിൽ നിന്നും പിന്മാറാൻ ഇവരാരും തന്നെ തയ്യാറല്ല. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെല്ലാവരും ഇവിടെ റോഡിൽ വന്ന് നിന്നും ഇരുന്നുമൊക്കെ തന്നെ ഉപരോധത്തിലാണ്. അതായത് ഒരു തരത്തിലും ഈ സമരത്തിൽ നിന്നും, പ്രതിഷേധത്തിൽ നിന്നും, ഉപരോധത്തിൽ നിന്നും പിന്മാറില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും കുട്ടികളൊക്കെയായി വീട്ടിൽ കിടന്നുറങ്ങാൻ, സ്വന്തം വീട്ടിൽ ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല, വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുക എന്നത് തീർച്ചയായിട്ടും വലിയ ആശങ്കയായി അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവണം എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ റോഡിൽ കുത്തിയിരുന്നും ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്കും ഇപ്പോൾ ഇവിടെയുള്ളവരൊക്കെ തന്നെ നീങ്ങിയിട്ടുള്ളത്. ഒരു തരത്തിലും ഈ തീരുമാനമുണ്ടാകാതെ പിന്മാറില്ല എന്നല്ല ശശി, അങ്ങനെയല്ലേ? നമ്മുടെ ഈ ഉപരോധം അവസാനിപ്പിക്കണമെങ്കിൽ അവർ വരണം. അതെ, അവർ വരണം, തീർച്ചയായിട്ടും. അവർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. ഇത്ര രാവിലെ നമ്മുടെ വന്നിട്ട് ഇങ്ങനെ സമരം കിടക്കുന്നില്ലേ, എന്നിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടായി. ഇപ്പം വരും 4 മണിക്ക് വരും എന്നിട്ട് എല്ലാവരും ഇങ്ങോട്ട് കയറി വന്നത്. നമ്മൾ രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് വെള്ളം കുടിക്കാണ്ടല്ലേ ഇവിടെ നിൽക്കുന്നത്. വീട്ടിലാണെങ്കിലും ഒന്നും ഭക്ഷണം പാചകം ചെയ്യാനൊന്നും കയ്യിലെല്ലാം വെള്ളം കയറി ചളി, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഒരു വീടല്ല, കുറേ വീടുകളിലാണ് ഇങ്ങനെ ആയത്. ഇത്ര വീടുകളല്ല, എന്നാലും ഇവിടെയുള്ള വീട്ടുകാർ നമ്മളെ വീട്ടുകാരെല്ലാം ഒരുപോലെ തന്നെയാണ്. നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു വലിയൊരു വിപത്ത് സംഭവിച്ചിരിക്കുന്ന വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ്. എന്തായിട്ടും ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന ഒരു വികസനം ഇവിടെ നടത്താൻ നമ്മൾ അനുവദിക്കൂല എന്നുള്ള ഒരു തീരുമാനം നമ്മളെല്ലാവരും. തീർച്ചയായിട്ടും അതാണ്. പിന്നെ ആളുകൾ ഇവിടെ വന്ന് സംസാരിക്കുന്നുണ്ട്. എനിക്കൊന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയാണ് ഇവിടെ ഉള്ളവർ. പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ ഇവിടെ വന്നിരുന്നു, അവരിവിടെ സംസാരിച്ചിരുന്നു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും ഈ
പ്രതിഷേധക്കാരും തമ്മിലൊരു വാക്കേറ്റം ഉണ്ടാകുന്നു എന്നതാണ്. പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനോടും കയർത്ത് സംസാരിക്കുകയാണ് അവിടെയുള്ള പ്രദേശവാസികൾ. അവരുടെ ആവശ്യം ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആവശ്യമല്ലേ, വീട്ടിൽ കിടന്നു ഇറങ്ങാൻ ഭയമാണ്. അധികൃതർ അത് 2-3 വീടുകളുടെ മുകളിലേക്ക് ഇത് വീഴുമെന്ന ഭീതിയായിരുന്നെങ്കിൽ ഇപ്പോൾ 60ഓളം വീടുകളിലെ ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ്. അതാണ് ആളുകൾ ഇത്രത്തോളം രോഷാകുലരാകുന്നത്. അതേസമയം അവിടെ ഗതാഗതം നിശ്ചലമായി നിൽക്കുകയാണ്. ഇടപെടൽ അനിവാര്യമാണ്. എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ എത്തുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പ്രധാനപ്പെട്ട ജനപ്രതിനിധികളൊക്കെ അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യവുമാണ്.